ഭരണത്തുടർച്ച ലക്ഷ്യം വെക്കുമ്പോൾ CPM-ന് മുൻപിൽ കടമ്പകൾ അനവധിയാണ്. പ്രത്യേകിച്ചും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഭരണവിരുദ്ധതയ്ക്ക് സാധ്യത തീർക്കുന്ന ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് എക്കാലത്തെയും ഭരണതന്ത്രമായ വികസനം മാറ്റി നിർത്തിക്കൊണ്ട് സജീവ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ലക്ഷ്യം. മൂന്നാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അരയും തലയും മുറുക്കി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിലുള്ള MLA-മാരോട് അവരവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകാൻ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാർട്ടി സർക്കാർ പരിപാടികൾ മണ്ഡലങ്ങളിൽ കൂടുതൽ സംഘടിപ്പിക്കാനും താഴെത്തട്ടിലേക്ക് ഇറങ്ങാനുമാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മണ്ഡലങ്ങളിലെ MLA-മാരുടെ പ്രവർത്തനം വിലയിരുത്താൻ ജില്ലാ കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM-ന്റെ മുഖ്യ എതിരാളികളായ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമാണെന്നും ഒത്തുപിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാമതും അധികാരത്തിൽ വരാനാകുമെന്നുമാണ് CPM-ന്റെ വിലയിരുത്തൽ. 2 തവണയിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ട എന്ന വ്യവസ്ഥ ഇത്തവണ നടപ്പാക്കണമെന്ന കാര്യത്തിൽ ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ MLA-മാരായ ഭൂരിഭാഗം പേർക്കും ഇത്തവണയും അവസരം നൽകാനാണ് സാധ്യത. തെക്കൻ കേരളത്തിൽ CPM-ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച മേൽക്കൈ നിലനിർത്തണമെങ്കിൽ കഴിഞ്ഞ തവണ MLA-മാർ ആയിരുന്നവർ തന്നെ ഇത്തവണയും മത്സരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ടോൺ വ്യവസ്ഥ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടുമില്ല. നിലവിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് മേൽക്കൈ കിട്ടിയെന്നതാണ് CPM-ന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ BJP-ക്ക് തിരിച്ചടി ഉണ്ടായെന്നും സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കണമെന്നും CPM താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ആകെയുള്ള 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 17 എണ്ണമെങ്കിലും UDF-ന് ലഭിച്ചാൽ മാത്രമേ അവർക്ക് സർക്കാർ ഉണ്ടാക്കാനാകൂ എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന വാദം. നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും UDF-ന് MLA-മാരില്ല. കൊല്ലത്ത് 2ഉം തിരുവനന്തപുരത്ത് ഒരാളുമാണ് UDF-ന്റെ അക്കൗണ്ടിൽ ജയിച്ചു വരുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ മത്സരിച്ചാൽ ഇത്തവണയും തെക്കൻ ജില്ലകളിൽ ജയിച്ചു കയറാനാവുമെന്നും അതിലൂടെ UDF-നെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താനാകുമെന്നുമാണ് CPM കരുതുന്നത്. സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനും UDF-ലെ ഘടക കക്ഷികൾക്കും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ആവില്ല എന്ന വാദവും CPM-ലുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ നിലവിൽ വരുമെന്നാണ് CPM-ന്റെ പ്രചാരണം.